ഹലോ നമസ്കാരം. എല്ലാവർക്കും ഗൗതം റിയാക്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് നമ്മുടെ ഞായറാഴ്ചത്തെ എപ്പിസോഡായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ ലാലേട്ടന്റെ എപ്പിസോഡാണ്. മാത്രമല്ല അതിന് മുന്നേ ആയിട്ട് നമ്മുടെ മമ്മൂക്കാന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ഞങ്ങളുടെ വകയായിട്ട് ഹാപ്പി ബർത്ത്ഡേ. മമ്മൂക്കയ്ക്ക് നമ്മുടെ വകയായിട്ട് ഒരു ബർത്ത്ഡേ വിഷസ്. അതെ, വളരെ നല്ലൊരു അല്ലേ. ഇത്രയും വർഷമായിട്ട് ഇല്ലേ നമ്മുടെ മനസ്സിൽ തന്നെയാണ്. ലാലേട്ടനാണേലും മമ്മൂക്കയാണെങ്കിലും അതിനൊരു കോട്ടവും ഇന്നേ വരെ ആർക്കും വരുത്താൻ പറ്റിയിട്ടില്ല, വരുത്തത്തും ഇല്ല. അതെ. അപ്പോ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ മമ്മൂക്ക. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ലാലേട്ടനും ഇന്ന് മമ്മൂക്കേനെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും മമ്മൂട്ടിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടിരുന്നത്. നല്ല രസം ഉണ്ടായിരുന്നു. അപ്പൊ ബിഗ് ബോസ് തന്നെ അത് പറയുന്നുണ്ട്. നമ്മുടെ ഹൗസ് മേറ്റ്സിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഷർട്ട് കണ്ടിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാരും നമ്മുടെ മമ്മൂക്കാനെ വിഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് നല്ല രസമായിട്ട് തോന്നി അല്ലെ. എത്ര ഫാൻസ് ആണെങ്കിൽ പുറത്ത് കിടന്നിട്ട് ഈ മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറഞ്ഞിട്ട് അടി ഉണ്ടാക്കണം. പക്ഷെ അവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്ങും നമ്മുടെ ലാലേട്ടൻ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നമ്മുടെ മമ്മൂക്കാനെ വിഷ് ചെയ്യുന്നതൊക്കെ എത്ര നല്ലൊരു സൗഹൃദമാണ് അവർക്കുള്ളിലുള്ളത് എന്നുള്ളതിൽ വളരെ നല്ല രസം ഉണ്ടായിരുന്നു. അത് ഇവരുടെ ഓരോരോ ഫിലിം വരുമ്പോ മാത്രമേ ഉള്ളൂ അടി. പക്ഷെ ഇവർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു തീ തന്നെയാ, അതിൽ മാറ്റമില്ല. അതെ. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ മത്സരാർത്ഥികളെ എല്ലാം കാണിക്കുന്നുണ്ട്. അവരെല്ലാം സോഫയിൽ ഇരിക്കുമ്പോ നമ്മുടെ ബിഗ് ബോസ് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് അനീഷിനോട്. അനീഷ് എപ്പോഴും നമ്മുടെ സൈഡ് സീറ്റാണല്ലോ ഓടിക്കണേ. അപ്പൊ അനീഷിനോട് വന്ന് നടുക്കിരിക്കൂ എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നടുക്കിരുന്നിട്ട് ചോദിക്കുമ്പോ ഒന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾക്കത് പറയാനുള്ള എന്തിനാണ് ഈ ഒരു വാശി, എവിടെയായാലും ഇരുന്നാ പോരെ. അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ സ്ട്രാറ്റജി ആയിരിക്കും. ആദ്യം ഇരിക്കുമ്പം ആദ്യം പോയി നോമിനേറ്റ് ചെയ്യാനാണെങ്കിലും ആദ്യത്തെ ഒരാള് പറയുന്നത് എപ്പോഴും ഒരു യുണീക്ക് ആയിട്ടായിരിക്കും അല്ലെ. ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണോ എന്നറിയില്ല. എന്തായാലും അത് ആവശ്യമില്ലാത്തൊരു വാശി കാണിക്കലായിട്ടാണ് തോന്നിയിട്ടുള്ളതും കേട്ടോ. ചിലപ്പോ അനീഷ് ചെന്ന് ആദ്യം നിൽക്കുന്ന ആളുടെ വീഡിയോ ഫുൾ എന്തായാലും വരുമെന്ന് കരുതുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കാം. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഒരു പ്രശ്നവും കാര്യങ്ങളോ ഒക്കെ വീട്ടിൽ നടക്കുമ്പോൾ ആ പ്രശ്നം ഉള്ളവർ തമ്മിൽ ആ ഒരു പ്രശ്നം തീർക്കാൻ നോക്കാതെ ഒരു ഗ്രൂപ്പായിട്ട് പോയി അറ്റാക്ക് ചെയ്യുന്ന രീതിയാണെങ്കിൽ എല്ലാവരും കൂടെ ഓടിച്ചു വന്നിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് എന്നുള്ളത് പറയുന്നത്. അപ്പൊ ഞങ്ങൾക്കും അതേ അഭിപ്രായം തന്നെയാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ ചില കാര്യങ്ങളിൽ നമുക്ക് ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഹൗസിൽ ഫുൾ ഉള്ളവർക്ക് ഒരാളുടെ തെറ്റ് ചൂണ്ടിക്കാണെങ്കിൽ ഇപ്പം അനുവിന്റെ ഒക്കെ ആ ഒരു വിഷയം സമയം വന്ന സമയത്ത് എല്ലാരും കൂടെ നിന്നു. പക്ഷെ ചെറിയ ചെറിയ വിഷയം വരുമ്പോഴെങ്കിലും ഈ ഹൗസ് ഫുള്ളായിട്ട് പോയി ഒരാളെ ടാർഗറ്റ് ചെയ്യുന്ന രീതി അത് മോശമായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ. അതെ. അതായത് അവർക്ക് പ്രശ്നങ്ങൾ ഉള്ളവർ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ അവർ സംസാരിക്കട്ടെ, ബാക്കിയുള്ളവർ മാറിക്കുന്നത് തന്നെയാണ് നല്ലത്. അല്ലാതെ മെയിൻ പ്രശ്നങ്ങളൊക്കെ വരുവാണെങ്കിൽ എല്ലാരും കൂടി ഒരുമിച്ച് വരുന്നതിൽ തെറ്റില്ല, പ്രത്യേകിച്ച് ബിഗ് ബോസ് വീടാകുമ്പോൾ. അതെ. അപ്പൊ തന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, നമ്മളും ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ഷാനവാസും അക്ബറും കൂടെ അവരൊന്നിച്ചിരുന്നു മിണ്ടി എന്ത് രസമായിരുന്നു അത് കാണാനായിട്ട്. ശരിയായിരുന്നു, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ തന്നെയായിരുന്നു അവർ തമ്മിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ തന്നെ എന്ത് രസമുണ്ട് അവരല്ലേ ആ ഒരു വഴക്കൊക്കെ വിട്ടിട്ട് അവരുടെ പുതിയ ഗെയിമിലേക്ക് വന്നപ്പോ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഗെയിമും കളിക്കുന്നുണ്ട്, ചേർന്നും ഗെയിം കളിക്കുന്നുണ്ട്. അപ്പൊ തന്നെ നല്ല രസമുണ്ട് കാണാൻ. അപ്പൊ അതേപോലെ എല്ലാവരും അങ്ങനെ ആയിക്കഴിഞ്ഞാല് അടിമഴക്കമൊക്കെ വേണം, അത് അവിടെ വിടുക, ഗെയിമിലോട്ട് ഇറങ്ങുക, അതാണ് വേണ്ടത്. അതെ. അപ്പം ആ ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്, അതൊക്കെ കൊള്ളാം. അപ്പൊ നമ്മുടെ ലാലേട്ടൻ അത് പറയുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വിട്ട് ഗെയിമിലോട്ട് ഇറങ്ങുക. അടുത്തടുത്ത് പുതിയ പുതിയ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നമുക്ക് കാണാനായിട്ട് ഒരു രസം ഉണ്ടാവുക. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗിസയിൽ അനീഷിനെ നോക്കി പാടിയ പാട്ടുണ്ടല്ലോ, കണ്ണാ തുമ്പി പോരാമോ എന്നോട് ഇഷ്ടം കൂടാമോ. അപ്പം അനീഷ് തിരിച്ചും പറയുന്നുണ്ട് കണ്ണാ തുമ്പി പോരില്ല ഇഷ്ടം കൂടണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അതെ. അപ്പൊ നമ്മുടെ ലാലേട്ടൻ പറഞ്ഞു കുറച്ചെങ്കിലും സ്നേഹമൊക്കെ ഒന്ന് കാണിക്കാൻ അനീഷ്, ഞങ്ങളെ ആരെയും ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ കാണത്തില്ലെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എന്നോടും അങ്ങനെയാണോ നോക്കിയപ്പോ അനീഷ് അയ്യോ അങ്ങനെയല്ല, ലാലേട്ടന്റെ പേര് ലിസ്റ്റ് ഇല്ല, അതുകൊണ്ട് പേടിക്കണ്ട. കൂടെയുള്ള ഗെയിമേഴ്സിന് മാത്രമേ ഉള്ളൂ വിലക്ക് അനീഷിന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വൈൽഡ് കാർഡുകളുടെ പണികളെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അതായത് പണികൾ വീട്ടുകാർക്കും കൊടുത്തു, വീട്ടുകാർ തിരിച്ചും തന്നു, എന്താണ് ലക്ഷ്മി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് പണികള് ഇങ്ങോട്ട് തന്നു, കൊടുത്തത് തിരിച്ചു തീർക്കത്തില്ല. കാരണം ഇവിടെ പല റൂൾസും അവര് ഒരു മനസ്സിൽ കരുതിയിട്ടുണ്ട്, അതേ രീതിയിൽ ചെയ്യാൻ തന്നെ തിരിച്ചു കൊടുത്തത് മതിയായില്ല എന്നുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ വൈൽഡ് കാർഡ് അവർക്കാണ് പണി കൊടുക്കുന്നത്. അവർ ഇത്രയും 2 ആഴ്ച സ്ട്രഗിൾ ചെയ്തിട്ട് ഇവര് വന്നിട്ട് അവർക്കിട്ട് പണി കൊടുത്തുകൊണ്ടിരിക്കുക. ഇവർക്ക് ഫുഡ് ഡ്രസ്സ് കിട്ടുന്നില്ല എന്നൊരു പണി മാത്രമേ ഉള്ളൂ ഇല്ലേ. അപ്പൊ പിന്നെ പറഞ്ഞിട്ട് അതായത് ലക്ഷ്മി ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല് ഇവരൊരു റൂൾസ് ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ അത് പാലിക്കണം എന്ന് പറഞ്ഞാൽ ശരിയാവില്ലെന്ന്. അപ്പൊ നമുക്ക് ഞാൻ ചോദിക്കുന്നത് തിരിച്ചും ചോദിക്കാമല്ലോ,
വന്ന് കേറിയ ഉടനെ Rule ഇട്ട് ഓൾറെഡി ഒരു 2 ആഴ്ചയായിട്ട് കുറച്ച് പേര് പൊക്കൊണ്ടിരിക്കുന്നു. അത് സ്ട്രഗിൾ ചെയ്തിട്ട് അതെ, അപ്പൊ ഡ്രസ് ഇല്ല, വന്ന് കേറിയ ഫുഡില്ല. ഉടനെ ലക്ഷ്മി ഒരു റൂൾ ഇട്ട അവരത് പാലിക്കണമെന്ന് തിരിച്ചും പറയാൻ പാടില്ല. അതെ, ബിഗ് ബോസിന്റെ ബോസ് ആണ് എന്നുള്ള രീതിയിലാണ് ലക്ഷ്മിയുടെ ആറ്റിറ്റ്യൂഡും ക്യാരക്ടറൊക്കെ കണ്ടു കഴിഞ്ഞാല് എന്തായാലും നോക്കാം, എന്തായാലും അല്ലേ ചെയ്ത് അതെ. കിട്ടുമ്പോ എങ്ങനെ വരുമെന്ന്. അതെ, അപ്പോഴത്തേക്കും നമ്മുടെ അക്ബറിനോട് ചോദിക്കുന്നുണ്ട്, അതായത് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ ക്യാപ്റ്റൻ ആവാൻ ഇനിയിപ്പോ പറ്റില്ലല്ലോ, പണി കിട്ടിയത് അക്ബറിനാണല്ലോ, ഇനിയുള്ള അങ്ങോട്ടുള്ള ഒരു ദിവസം പോലും ഒരു വീക്ക് പോലും ക്യാപ്റ്റൻ ആവാൻ നമ്മുടെ അക്ബറിന് പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അക്ബർ പറയുന്നുണ്ട്, പല പ്ലാൻസും എനിക്ക് ഉണ്ടായിരുന്നു, ഇനി അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതിൽ വിഷമമുണ്ട്. കാരണം ഞാൻ വന്ന ആദ്യത്തെ ആഴ്ചയാണ് ഒന്ന് ക്യാപ്റ്റൻ ആയത്, അപ്പോ അതിലൊരു ചെറിയ വിഷമമുണ്ട് എന്ന് അക്ബർ പറയുന്നുണ്ട്. അക്ബർ ക്യാപ്റ്റൻ ആയിരുന്നോ? ആ, ഒരു വട്ടം കണ്ടായിട്ടില്ലേ? ഇല്ല, ക്യാപ്റ്റൻ ആയിട്ടില്ല അക്ബർ. ഷാനവാസാ ക്യാപ്റ്റൻ ആയത്. ഓ, അപ്പൊ അക്ബർ ആയിട്ടേ ഇല്ല കേട്ടോ. ഇല്ല, അക്ബറിന് ഇനി ആവാനും പറ്റത്തില്ല. അതിന്റെ ഒരു വിഷമം കാണും എന്തായാലും. അതാ ഞാൻ പറഞ്ഞത്, വൈൽഡ് കാർഡ് വന്നിട്ട് അവർക്ക് ഈ തിരിച്ചു പണി കിട്ടുന്ന ഡ്രസ്സ് കിട്ടുന്നില്ല എന്നുള്ളൊരു പണിയുള്ളൂ. ഇവർക്കാണ് ഏറ്റവും മുട്ടം പണി, ഇത്രയും സ്ട്രഗിൾ ചെയ്ത്. അത് കാര്യത്തിൽ ഓർക്കുമ്പോൾ വലിയ ഒരു ഇച്ചിരിയെങ്കിലും ഒരു വിട്ടുവീഴ്ചയൊക്കെ ചെയ്യണമായിരുന്നു. അവർക്കും ഇതാണൊക്കെ പണി കൊടുത്തിരുന്നെങ്കിൽ ഓക്കെ. എന്നിട്ടാണ് ഇവർക്ക് പണി തികയുന്നില്ലെന്നും പറയുന്നത് ലക്ഷ്മി. അപ്പോ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ലക്ഷ്മി അക്ബറിനെ കുറിച്ച് എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട്, നാൽക്കവലിയിൽ ഇരിക്കുമ്പോൾ വരുന്ന പോലെയുള്ള വാക്കുകളാണ് ഫുഡ് കഴിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ പാട്ട് പാടുന്ന ഒരാളുടെ വായിൽ നിന്ന് വരുന്ന രീതിയിലുള്ള വാക്കുകളല്ല അക്ബറിന്റെ വായിൽ നിന്ന് വരുന്നത്, വളരെ മോശമാണ്. വേറെന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. അല്ല, അത് ഉള്ളത് തന്നെയാണ് തോന്നുന്ന രീതിയിൽ. അതായത് ഏതോ ഒരു ടൈമിലെങ്ങാണ്ട് ഒരു ഗ്രൂപ്പിൽ പോയിരുന്നപ്പം അറപ്പ് തോന്നി എന്നൊക്കെയാണ് ലക്ഷ്മി. അല്ല, സംസാരം ഇച്ചിരി ഓവറാണ്. അത് ഇവരും എല്ലാരും എല്ലാത്തിനും ഒരു വിഭാഗം എല്ലാവരുടെയും സംസാരം മോശം. ഈ വന്ന മസ്താനിയും ജിഷിന്റെയും തന്നെ സംസാരം എന്തൊക്കെയാ അവര് കാട്ടിക്കൂട്ടിയോ ഒരാഴ്ച കൊണ്ടിട്ട്. അപ്പൊ പിന്നെ പറയാനൊന്നും ഇല്ല. ലക്ഷ്മിയും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലാലേട്ടനും പറയുന്നുണ്ട്, വാക്കുകൾ ശ്രദ്ധിക്കണം, മോശം ലാംഗ്വേജ് ആവാൻ പാടില്ലെന്ന് പറയുമ്പോ നമ്മുടെ അക്ബർ പറയുന്നുണ്ട്, ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. ഉമ്മ വിളിച്ചതിന് ശേഷം ഞാൻ അത് ശ്രദ്ധിക്കാറുണ്ട്. അത് ശരിയാണ്, അക്ബറിന് ഉമ്മ വിളിച്ചതിന് ശേഷം അത്രയ്ക്ക് അങ്ങ് മോശമായിട്ടില്ല. പിന്നെ ഒരാൾക്ക് പെട്ടെന്ന് അങ്ങ് ചേഞ്ച് ആവാൻ പറ്റത്തില്ല. പിന്നെ കയ്യാങ്കളി ഉണ്ട് കേട്ടാ. അക്ബർ കയ്യാങ്കളിയൊന്നും വിട്ടിട്ടൊന്നും ഇല്ല, ഒരു വില്ലാളത്തൊന്നും വിട്ടിട്ടില്ല. പക്ഷെ നല്ല ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് അക്ബർ ലക്ഷ്മിയെ. കാര്യം ലക്ഷ്മി ജിഷിന്റെ ഡിവോഴ്സിന് ശേഷം വീട്ടിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അത് പറയുന്ന വ്യക്തി അക്ബറിനെ ഉപദേശിക്കാനും ചെല്ലണ്ട, അതും ഒരു പോയിന്റ് ആണ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് തുണി വേഴ്സസ് പണി എന്നുള്ള ഒരു ടാസ്ക് നമ്മുടെ വൈൽഡ് കാർഡുകൾ ചെയ്തപ്പോ വീട്ടിലാകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അതായത് ജിഷിൻ ടൈമിലല്ല ഇറങ്ങിയത്, അപ്പൊ തുണികൾ തിരിച്ചു വെക്കണം എന്നുള്ള ഒരു പ്രശ്നം വന്നതിന്റെ വീഡിയോ ഇട്ട് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇട്ട് കാണിക്കുമ്പോൾ ജിഷി ഇറങ്ങിയിട്ടില്ല. അതായത് വാതിൽ തുറക്കുന്നതിന് മുമ്പേ ഇത് അലാറം അടിക്കുന്നുണ്ട്, ബസർ അടിക്കുന്നുണ്ട്. പിന്നെ ഇറങ്ങിയിട്ടില്ല. അപ്പോ വീട്ടുകാർ ക്ലിയർ ആയിട്ട് പറയുന്നു ഇറങ്ങിയിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അക്ബറിനോട് പറയുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചർച്ച പോലെ പോയി. ഡ്രസ്സൊക്കെ എറിഞ്ഞായിരുന്നല്ലോ ജിഷിന്റെ, അപ്പൊ അതിനെ പറ്റി ജിഷൻ പറഞ്ഞ എന്റെ ഡ്രസ്സ് എറിഞ്ഞത് വളരെ മോശമായി പോയി, നമ്മള് കാശ് കൊടുത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഡ്രസ്സ്. ചില ഡ്രസ്സൊക്കെ നമുക്ക് പേഴ്സണൽ ആയിരിക്കും, നല്ല ഇതുള്ളതായിരിക്കും. അപ്പൊ അതൊക്കെ പറഞ്ഞതിന്റെ പേരിലായിരിക്കാം ഒരു സ്റ്റോർ റൂമിൽ ലാലേട്ടൻ അക്ബറിനെ കൊണ്ട് ഒരു ഡ്രസ്സല്ല ഒരു പൊതി ഇടിപ്പിച്ചു. അത് തുറന്നു നോക്കിയപ്പോ ഡ്രസ്സായിരുന്നു. അതിൽ ലാലേട്ടൻ എന്റെ ഒപ്പൊക്കെ ഇട്ട് ഒരു പേരെഴുതി മോഹൻലാലിന് എഴുതിയ അക്ബറിനെ കൊണ്ട്. പക്ഷെ അക്ബറിന് ഭയങ്കര അത് വിഷമമായിട്ടുണ്ട്. അത് എന്തോ ഒരു മുഖമൊക്കെ ഒരുമാതിരി ആയിട്ട് ഇരിക്കുന്നായിരുന്നു, കടന്നലൂട്ടിയാണ്. അതായത് സ്വന്തം പേഴ്സണൽ ഡ്രസ്സ് എടുത്ത് എറിഞ്ഞതും, പിന്നെ അതേപോലെ തന്നെ അക്ബറിന് സംസാരിച്ചാൽ മതി, ഡ്രസ്സ് അങ്ങ് എടുത്ത് വലിച്ചെറിയേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഗ്രഡ്ജ് വെച്ച് എറിഞ്ഞതാണ്. പിന്നെ അത് മാത്രമല്ല, ജിഷിൻ നല്ല രീതിക്ക് പ്ലേ ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിക്ക് വിഷമം പറഞ്ഞായിരുന്നു ജിഷിൻ. അത് അതുകൊണ്ടായിരിക്കും കൊടുത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലാലേട്ടൻ അനീഷിനോട് ചോദിക്കുന്നുണ്ട്, അതായത് എന്തായിരുന്നു ആ ഒരു തൊപ്പി ടാസ്കിലെ പറ്റിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്റെ കഴുത്തിലായിരുന്നു ഏറ്റവും കൂടുതൽ പിടികിട്ടിയത്, അതായിരുന്നു എനിക്ക് വയ്യാതായിരുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നത് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ സാബു മാനോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അനീഷിനായിരുന്നല്ലോ നിങ്ങൾ കുറ്റം പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ സൗമാൻ പറയുന്നുണ്ട്, അനീഷ് ഓടുന്നില്ല, അവിടെ തന്നെ തൊപ്പി കൈ പിടിച്ചുകൊണ്ട് കിടക്കായിരുന്നു, ഓടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ പണി ചെയ്യായിരുന്നു, അത് ചെയ്തില്ല, അതിന്റെ പേരിൽ അച്ചാക്ക് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് സൗമാനും പറഞ്ഞിട്ട് അത് അവിടെ വിടുന്നുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്, വാക്കുകൾ സൂക്ഷിക്കണം. അതായത് നമ്മുടെ ഷാനവാസിനും നമ്മുടെ റെനോ ഫാത്തിമയ്ക്കും ലാലേട്ടനെ കാണാൻ പറ്റില്ല. അപ്പൊ അവര് വേറൊരു അടുത്തിരുന്നിട്ട് ഈ പറയുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ലാലേട്ടൻ പറയുന്നുണ്ട്, ഈ അച്ഛനെ പറയുക എന്നൊക്കെയുള്ളത്, വീട്ടുകാരെയൊക്കെ പറയാന്നുള്ളത് പഴയ കാര്യങ്ങളായിരുന്നു, അതൊക്കെ പുരോഗമനം വരേണ്ട സമയം കഴിഞ്ഞു, അതൊക്കെ വളരെ മോശമാണ്, അങ്ങനെ ഒന്നും വിളിക്കാൻ പാടില്ല, വാക്കുകളൊക്കെ ശ്രദ്ധിച്ചേ പറ്റത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഷാനവാസ് അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. ഷാനവാസ് മനസ്സിൽ ആലോചിച്ചാണ്, അയ്യോ നന്നായി ഇല്ല ഈ പണി കിട്ടിയത്, രക്ഷപ്പെട്ടത്. അതെ, ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഗിസൈലിന്റെ അടുത്ത് പരിക്ക് പറ്റിയായിരുന്നല്ലോ കയ്യിൽ, അതൊക്കെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുമ്പോൾ ഗിസൈൽ പറയുന്നുണ്ട് ഓക്കെയാണ്. അതായത് ഒരു പ്ലേറ്റ് അങ്ങാണ്ട് തൊപ്പി മറയ്ക്കാൻ എടുത്തായിരുന്നു, അങ്ങനെ അത് പൊട്ടിയൊക്കെയാണ് കയ്യിൽ പ്രശ്നമായത് എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരുടെ അടുത്തും ഈ ടാസ്കിനെ പറ്റി ചോദിക്കുന്നുണ്ട്. അപ്പം ബിന്നിയൊക്കെ എണീറ്റിട്ട് നല്ല രീതിയിലായിരുന്നു പോയി എന്നുള്ള രീതിയിൽ അവരെല്ലാരും ഓരോരുത്തരും അവരുടെ എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ എന്തായാലും നമുക്കും പറയാനുള്ള എന്താന്ന് വെച്ചാൽ ഒരു ടാസ്ക് വന്ന് ഭയങ്കര ഫിസിക്കൽ ആവുന്ന രീതിയിലാണ് ഇവർ കളിക്കുന്നത്. അപ്പൊ അതൊന്നും കൺട്രോൾ ചെയ്തിട്ട് കളിക്കുക. കാരണം ഗെയിം ഇച്ചിരി എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മൾ വിചാരിക്കും അടി കൂടുന്നതൊക്കെ കാണാൻ ആളുകൾ കൂടുതൽ കാണും, അതൊന്നുമല്ല. നല്ലൊരു ഗെയിം കാണാനായിരിക്കും ആളുകൾ. നമ്മൾ തന്നെ ഇപ്പൊ തന്നെ പറയുന്നില്ല, നല്ലൊരു ഗെയിം വരാൻ കാത്തിരിക്കുകയാണ്, നല്ലൊരു വീക്ക്ലി ടാസ്ക് വരാൻ കാത്തിരിക്കുകയാണ്. അത് തന്നെ ഗെയിം കാണാനാണ് നമുക്ക് ഇഷ്ടം. അതാണ് ബിഗ് ബോസ് വേണ്ടത്. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഈ ലാലേട്ടൻ തന്നെ നമ്മുടെ പറയുന്നുണ്ട്, ലൈവ് സ്റ്റോറി ടാസ്കില് ജിഷനായിരുന്നു ഫസ്റ്റ് കിട്ടിയത്. എന്നിട്ട് ലാലേട്ടൻ കൺഗ്രാറ്റ്സ് പറഞ്ഞു. അതേപോലെ തന്നെ ബാക്കി 4 പേരും അവരുടെ ഈ ജയിക്കാത്തത് കൊണ്ട് തന്നെ അടുത്ത നോമിനേഷനിൽ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ വൈൽഡ് കാർഡുകാർക്ക് നമ്മുടെ ലാലേട്ടൻ തന്നെ പണി കൊടുത്തിട്ടുണ്ട്. എല്ലാരെയും ഡയറക്റ്റ് നോമിനേഷനിൽ ഇട്ടേക്കാം. അത് അങ്ങോട്ട് അത്ര അങ്ങോട്ട് പിടിച്ചില്ല. ഇല്ലേ, അവർ ഈ പണി കിട്ടുന്ന ഓൾറെഡി അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുന്നവരേക്ക് അവിടെ മേളില് ഒരു മതിലിന്റെ മണ്ടയിൽ ഒരു ഡ്രസ്സ് കിടക്കുന്നുണ്ട്, അത് ആരുടെയാണ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ആരും പറയുന്നുണ്ട് ഞാനാണ് ഇട്ടത് എന്ന് പറഞ്ഞിട്ട് അവർ ആ പ്രശ്നത്തെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് ആര്യൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ വൈറ്റ് ഷർട്ട് ആയിരുന്നു, അപ്പൊ ഞാൻ കുളിക്കാൻ നേരത്തെ അത് ഊരിയിട്ടാണ്. എന്നിട്ട് എന്തോ ഒരു ഇത് വന്നപ്പോഴത്തേക്ക് പെട്ടെന്ന് ടാസ്കിന് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ അവിടെ ഇട്ടിട്ട് പോയി. പിന്നെ നമുക്ക് അത് കഴുകാനായിട്ട് ഞാൻ തിരിച്ചു വന്ന് നോക്കുമ്പോഴത്തേക്ക് അത് തറയിൽ ഇട്ടു എന്ന് കുളിച്ചതിനിട്ട് ഇടാൻ വേണ്ടി ഇട്ടിരുന്ന ഡ്രസ്സാ വൈറ്റ് ഷർട്ട്. അതാണ് നിലത്തെ ബാത്റൂം ഏരിയ കിടക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഡ്രസ്സ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. ജിസലിന്റെ ആണെങ്കിലും എല്ലാവരുടെയും ഡ്രസ്സ് ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. അപ്പം ലക്ഷ്മിയോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി പറഞ്ഞാൽ ഞാൻ വാർണിംഗ് കൊടുത്തായിരുന്നു ആദ്യമേ, പിന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് നിങ്ങൾ അറിഞ്ഞോ, വീട്ടുകാരാണോ? അപ്പൊ വീട്ടുകാരോട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പൊ ലക്ഷ്മിയോട് ചോദിക്കുന്നു ആരോടത്തായിരുന്നു വാണിംഗ് ഇങ്ങനെ വന്ന് പറഞ്ഞെന്ന് ചോദിക്കുന്നു. അല്ലെ തന്നെ വാണിംഗ് കൊടുത്ത് ഇങ്ങനെ എടുത്ത് വലിച്ചെറി ഇതാര് ബിഗ് ബോസോ? ലേഡി ബിഗ് ബോസോ? മാത്രല്ല കേട്ടോ, ലക്ഷ്മിയുടെ കാര്യത്തില് ഇപ്പൊ ഞാനൊന്ന് ചോദിക്കട്ടെ, കുറച്ചൊക്കെ നമ്മള് ഒരാളോട് സംസാരിക്കുമ്പോൾ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ചില മര്യാദകളൊക്കെ ഇല്ലേ? അതായത് പറയുന്നത് മറ്റുള്ളവരും നിങ്ങളെ പോലെ തന്നെ മനുഷ്യരാണ്. ബോസ് അല്ല, കുറച്ചൊന്ന് അല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അവര് പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്റെ കൈ കൊണ്ട് ഞാൻ മറ്റൊരാളുടെ ഡ്രസ്സൊന്നും അങ്ങനെ എടുക്കില്ല, അത് അണിഞ്ഞിരിക്കുന്ന ഇതൊന്നും എടുക്കില്ല, ഞാൻ അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അത്രയും ബുദ്ധിമുട്ടുള്ള ഒരാളാണെങ്കിൽ എന്തിനാണ് ഈ ബിഗ് ബോസിലോട്ട് വന്നത്? എല്ലാരും ഇങ്ങനെയൊക്കെയാണ് എന്നുള്ളത് കണ്ടിട്ടല്ലേ വന്നത്. അപ്പം ഒറ്റയടിക്ക് വന്നിട്ട് എല്ലാരെയും നന്നാക്കണമെന്ന് വിചാരിച്ച് നടക്കുന്ന കാര്യമല്ല. അല്ല, ഇനിയിപ്പം അഥവാ നന്നാക്കണമെന്നുണ്ടെങ്കിലും കുറച്ചൊന്ന് പൊളൈറ്റ് ആയിട്ടൊക്കെ അവരോട് പറയുക. അല്ലാതെ അങ്ങ് ഇപ്പൊ നമ്മുടെ ഗിസൈലിന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗിസൈൽ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന റെസ്പെക്ട് ഇവര് തിരിച്ചു തരുന്നില്ല. മാത്രമല്ല ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീനോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഹെവി ആയിട്ടുള്ള ചില ഡ്രസ്സൊക്കെ നമ്മൾ അത് പിന്നീടേ കഴിവൂ. അതായത് കുറെ നമുക്കത് ഊഹിക്കാമല്ലോ. ഹെവി ആയിട്ടുള്ള ഡ്രസ് ആണല്ലോ ഇടുന്നത്. അപ്പൊ ആ ഡ്രസ്സുകളൊക്കെ നമ്മൾ ചിലപ്പം അവിടെ ഇവിടെ ഊരി ഇടും. കാരണം വേറെ ഹാങ് ചെയ്യാനൊന്നും വേറെ ഒരു സ്ഥലമോ വെക്കാനോ സ്ഥലമില്ല. അപ്പൊ അവിടെ ഇട്ടിട്ട് പിന്നീടാണ് അത് കഴുകുന്നത്. അപ്പോഴത്തേക്ക് അവിടെ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അതെടുത്ത് താഴെ ഇടുക എന്ന് പറയുന്നത് വളരെ മോശമുള്ള ഒരു കാര്യമാണ്. പിന്നെ ഗിസേൽ തന്നെ പറയുന്നുണ്ട്, ഗിസേലിന്റെ ഡ്രസ്സും ആ താഴെ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഗിസേല് പറയുന്നത് ഞാൻ കിച്ചണിൽ കുക്കിങ്ങിൽ നിൽക്കുമായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പം എന്റെ ഡ്രസ്സ് എടുത്ത് താഴെ ഇട്ടിരിക്കുന്നു. അതിപ്പോ നമുക്ക് വാർണിംഗ് ആയിട്ട് തരികയാണെങ്കിൽ പോലും ഒരു 5 മിനിറ്റ് ഒക്കെ തരുള്ളൂ. അത് കഴിഞ്ഞിട്ട് എടുത്ത് അങ്ങ് ഇടുകയാണ്. എന്താ ലേഡി ബിഗ് ബോസോ? പുള്ളിക്കാരുടെ ആറ്റിറ്റ്യൂഡും കാണിപ്പൊക്കെ കണ്ടതിന് എന്തോ വലിയ സംഭവമാണെന്നുള്ള വിചാരമൊക്കെയാ. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരി വന്നത് ബിഗ് ബോസ് ഭവനിലൊന്നും അല്ല, രാഷ്ട്രപതി ഭവനാന്നും പറഞ്ഞിട്ട് കണ്ട കയറി വന്നേക്കുന്നേ തോന്നുന്നു. അമ്മാതിരി കാണിപ്പും റൂളൊക്കെയാ കാണിപ്പ്. എന്തായാലും കൊള്ളാം. അതെ, അപ്പൊ ലക്ഷ്മി പറയുന്നത് എന്താന്ന് വെച്ചാൽ അവരുടെ ഡ്രസ്സ് സ്ഥിരമായിട്ട് അവിടെ കിടക്കാറുണ്ട്, അതാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് ലക്ഷ്മി പറയുന്നത്. അപ്പൊ ലാലേട്ടൻ ചോദിക്കുന്നത് ഇതിൽ വേറെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പ്രവീണും എഴുന്നേറ്റ് പറയുന്നുണ്ട് ഇവര് കുളിച്ചു കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ബക്കറ്റിലായിരിക്കും. പിന്നെ അതേപോലെ വാഷ്റൂമിൽ പോകുമ്പോഴൊക്കെ ഫുള്ള് ബക്കറ്റിൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഈ ടീം കിച്ചണിലുള്ള അല്ലായിരുന്നോ, അവിടെ നിന്ന് മാറ്റിയതല്ലേ എന്ന് ചോദിക്കുമ്പോൾ
ഗിസയിൽ പറയുന്നുണ്ട് 3 ദിവസം ആയപ്പോഴത്തേക്ക് കൊണ്ടുവന്ന പരിപ്പും കാര്യങ്ങളും ഒക്കെ തീർത്തു. എന്നാൽ ഇവര് 3 ദിവസം കഴിച്ചതും വെള്ളം പോലെ ആയിട്ട് വെള്ളം കോരി കുടിക്കുന്ന രീതിയിലാണ് കഴിച്ചത്. അപ്പൊ 3 ദിവസം കഴിഞ്ഞിട്ട് ഈ വെള്ളം ഇത്രയും കുടിച്ചു കഴിഞ്ഞിട്ടും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ തീർന്നെന്ന് പറഞ്ഞപ്പോൾ ഇവരാകെ ഷോക്കായി പോയി എന്ന് പറഞ്ഞിട്ട് ഗിസയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഒണിയിൽ എണീച്ചിട്ട് പറയുന്നുണ്ട്. ഒണിയിൽ ഇപ്പൊ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്, നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് അല്ലെ. ഒണിയിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ അല്ല ഇനി ഒരാഴ്ചയും കൂടി ഒക്കെ ടൈം കിട്ടിക്കാൻ ആള് സൂപ്പർ ആയിരിക്കും തോന്നുന്നു എനിക്ക്. അതായത് പറയുന്നതൊക്കെ നല്ല പക്കയായിട്ട് ഒണിയിൽ പോയിന്റ് ആയിട്ടാ പറയുന്നത്. പിന്നെ അക്ബറും പോയിന്റ് ആയിട്ടാണ് പറയുന്നത്. പിന്നെ ആളുടെ ഈ രീതിയും കാണിപ്പൊക്കെ കൊണ്ടാണ് കൂടുതൽ നെഗറ്റീവ് വരുന്നത്. നല്ല ഗെയിമറൊക്കെ തന്നെയാണ്. അതെ. അപ്പം ഒണിയിൽ എണീറ്റിട്ട് പറഞ്ഞു ലക്ഷ്മിക്ക് സോറി എന്നുള്ളൊരു വാക്ക് പറയാൻ പറ്റത്തില്ല, അത് പറയത്തില്ല എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ജിഷനുമായിട്ട് ലക്ഷ്മി ഒരിക്കലും ചേർന്ന് പോവില്ല. കാരണം ജിഷൻ എന്ന് പറയുന്ന ഒരാള് ഒരു ആൽഫ മെയിൽ കളിക്കുമ്പോ ഒരു ആൽഫ ഫീമെയിലായിട്ടാണ് നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നത്. ഇപ്പോ കിച്ചണിൽ തന്നെ ആണെങ്കിൽ ആൾക്ക് കുക്കിങ്ങോ കാര്യങ്ങളോ അറിയില്ല, എന്നിട്ട് ക്യാപ്റ്റനായിട്ട് ആള് കയറി. മാത്രമല്ല ഇപ്പൊ റൂളെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് പാലിക്കണം എന്ന് പറയുന്ന ആള് ഒണിയിൽ കിച്ചൺ ക്യാപ്റ്റൻ ആയിട്ട് പോലും ചോദിക്കാതെ വന്ന് നിന്ന് ഉള്ളി തൊലിക്കുന്നു. അപ്പൊ എന്തിനാണ് ഒണിയിൽ തൊലിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞെന്ന് എനിക്ക് ബോറടിച്ചിട്ടാണെന്ന്. നിങ്ങൾ എത്ര പേരുണ്ട് ബോറടിക്കുമ്പോ ഉള്ളി തൊലിക്കുന്നത്? അത് തൊലിച്ച് ബോറടി മാറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇപ്പൊ കമന്റിലൂടെ അറിയിക്കണേ. അതെ. അപ്പോ ലക്ഷ്മി പറഞ്ഞത് എനിക്ക് കുക്കിംഗ് അറിയില്ല, ആദ്യം വെച്ച സാമ്പാർ ഫ്ലോപ്പ് ആയിരുന്നു, ആദ്യം വെച്ചപ്പോ നന്നായിട്ട് വന്നു, രണ്ടാമത് വെച്ചപ്പോ ഫ്ലോപ്പ് ആയി എന്ന് പറയുമ്പോ ഹൗസ് മൊത്തത്തില് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കിച്ചണിൽ നിന്ന് മാറി എന്ന് ലക്ഷ്മി പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ ഞെട്ടിക്കുന്ന ഒരു സംഭവം പറഞ്ഞത്, ലക്ഷ്മിക്ക് കുക്കിംഗ് അറിയത്തില്ല, കുക്കിംഗ് അറിയാതെ കുക്കിംഗ് ക്യാപ്റ്റൻ ആക്കിയേക്കുന്നത്. നെവി സൂപ്പറാ. എന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ആരെടുത്തും എന്നെ ക്യാപ്റ്റൻ ആക്കുന്ന ഞാൻ പറഞ്ഞിട്ടില്ലെന്ന്. അതപ്പോ ലാലേട്ടൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ അറിയില്ലെന്ന് എല്ലാവരും പറയുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റുമോ പുള്ളിക്കാരിക്ക് കുക്കിംഗ് അറിയാമില്ലെന്ന്? അപ്പൊ നമ്മളെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ നമുക്ക് തുറന്നു പറയും എനിക്ക് അറിയത്തില്ല, ഞാൻ പിന്നെ ക്യാപ്റ്റൻ ആവുന്ന എങ്ങനെയാന്നല്ലേ നമ്മൾ ചോദിക്കൂ. ഇത് അങ്ങനെ അങ്ങ് കയറി നിൽക്കുക, നിന്നിട്ട് പറയാ ഞാൻ എന്റെ അടുത്ത് ആരും ക്യാപ്റ്റൻ ആവാൻ ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് കുക്കിംഗ് അറിയത്തില്ല. അപ്പോഴത്തേക്ക് ഹൗസ് മേറ്റ്സ് പറയുന്നുണ്ട്, അതായത് മാറിയതല്ല ഞങ്ങൾ മാറ്റിയതാണ്. അപ്പോഴത്തേക്ക് എന്നിട്ട് നമ്മുടെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് എന്താണ് ദോശയൊക്കെ 2 ദോശ ചെറിയ ദോശ ഇതൊക്കെ എന്താ പ്രശ്നം അനു എന്നൊക്കെ പറഞ്ഞു ചോദിക്കുമ്പോൾ അനു പറയുന്നില്ല അത് ജിഷൻ ചേട്ടനാണ് ദോശമാവ് കലക്കി തന്ന ചെറിയ 2 ദോശയാണ് ചുട്ട് കൊടുത്തതെന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ അതിലെടുത്ത് ചോദിക്കുമ്പോൾ അതിൽ പറയുന്നുണ്ട് അനു നല്ല കുക്കിംഗ് ഒക്കെ ആയിരുന്നു, പക്ഷെ ഇപ്പൊ ചെറിയ രീതിയിൽ കണക്ക് പറയുന്നുണ്ടായിരുന്നു. അപ്പം ലാലേട്ടൻ ചോദിക്കുന്നു നന്നായിട്ട് കുക്ക് ചെയ്ത് കുറെ ദോശ 3, 4 ഒക്കെ വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കുന്നതല്ലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അനു പറഞ്ഞിട്ടുണ്ട് ഞാൻ 3, 4 വെച്ചൊക്കെ കൊടുക്കുമായിരുന്നു, പിന്നെ അത് ഒരാൾ വന്നിട്ട് എനിക്ക് തന്നില്ല എന്നൊക്കെ പറയുന്നത് പിന്നെ പ്രശ്നമാവാറും ഉണ്ടെന്ന് പറയുന്നത്. അപ്പം നമ്മുടെ അതില് പറയുന്നുണ്ട് മുന്നേ അങ്ങനെ കൊടുക്കുന്ന ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ എന്താ ചേഞ്ച് ആയെന്ന് അറിയില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറിയൊരു കോൺവെർസേഷൻ അവിടെ അങ്ങനെ വിട്ടുപോയത്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് നോക്കി കണ്ടുമൊക്കെ എല്ലാവരും നിൽക്കുവോ, ദോശയുടെ സൈസ് ഒക്കെ നോക്കി കണ്ട് കൊടുക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ലാലേട്ടൻ പറയുന്നുണ്ട് ഡ്രസ് എടുത്ത് കൊടുക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ട് അറിയണമെന്ന് പറയുമ്പോൾ ആരെയും പറയുന്നുണ്ട് അത് ഞാനൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട്, ഞാൻ കയറി അവിടെ ഒരു മരം ഉണ്ട്, മരത്തിന്റെ മണ്ടയിൽ കയറി മതിലിൽ കൂടെ നടന്ന് അപ്പുറം എത്തി ആ ഡ്രസ് എടുത്ത് കൊടുക്കും, കുറച്ച് റിസ്കിയാണ് ഞാൻ ചെയ്തുകൊള്ളാന്ന് പറയുന്നത്. അപ്പൊ ലാലേട്ടൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, ആരെങ്കിലും മേളിൽ വല്ലോ കയറി എന്നിട്ട് തോട്ടം ഉണ്ട് എടുത്താൽ മതി എന്നൊക്കെ നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ അതിനുശേഷം ലാലേട്ടൻ ചോദിക്കുന്നു നെവിന്റെ ക്യാപ്റ്റൻസി പറ്റി ചോദിക്കുന്നുണ്ട്. അതിന് നെവിനെ പിടിക്കുമ്പോൾ നെവി അപ്പോഴും എന്തൊക്കെ തിന്നോണ്ടിരിക്കുക, എന്തൊരു ആൾക്കാരാണ്, അല്ലെങ്കിൽ എന്ത് കണ്ടന്റ് വേണ്ടിയാണ് ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ഒരു ബോധമൊക്കെ വേണ്ടേ ലാലല്ലേ? ലാലേട്ടന് മുമ്പ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ തിന്നാന്നുള്ളത് എന്തോ ഒരാള് കോമഡിയും ഒരു എന്റർടൈനും വരുത്താനൊക്കെ ചിലതൊക്കെ ശ്രമിക്കുക. അത് ഇച്ചിരി ഓവർ ആവുന്നുണ്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, വെറുപ്പിക്കാൻ ചാൻസ് ഉണ്ട്. കാര്യം വെളിയിൽ സപ്പോർട്ട് ഉണ്ടോ എന്ന് അറിയാൻ എന്റെ ഇതൊക്കെ ക്ലിക്കാൻ തന്നെ വെച്ച് ഓവറായിട്ട് കാണിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ അറിയിക്കാൻ പറ്റുക. അപ്പൊ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരുടെ ചോദിക്കുന്നുണ്ട്, എല്ലാവരും നെഗറ്റീവ് തന്നെ പറയുന്നത്. കാര്യം നമുക്കും തോന്നിയാണ് ഇവന്റെ ക്യാപ്റ്റൻസി ഭയങ്കര ബോറായിരുന്നു. കാര്യം ഫുൾ ഉറക്കവും പിന്നെ റോളൊന്നും നോക്കുന്നില്ല, പിന്നെ പന്തിവശമൊക്കെ കാണിക്കുന്നതൊക്കെ നമ്മൾ ശരിക്കും കണ്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓരോരുത്തർക്കും ഓരോ പ്ലേസ് കൊടുക്കുന്നത്, അതായത് ഓരോ ക്യാപ്റ്റൻസി ആണെങ്കിലും എല്ലാത്തിനും കൊടുക്കുന്നതും വളരെ ഫ്ലോപ്പ് ആയിരുന്നു. അടി ഉണ്ടാക്കാൻ വേണ്ടി കൊടുത്ത പോലെ എനിക്ക് തോന്നുന്നു, അല്ല ഒരു ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടല്ല പറയുന്നുണ്ട്. അറിയാത്തവരെയൊക്കെ പിടിച്ച് പുതിയതായിട്ട് വന്ന വെൽക്കാർഡുകളെ പിടിച്ച് ക്യാപ്റ്റൻ ആക്കിയിട്ടിട്ട് വല്ല കാര്യമുണ്ടോ, അവർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അപ്പൊ അറിയാവുന്നത് അതേപോലെ തന്നെ നെവിൻ അനുവിനെ കിച്ചണിൽ ഇട്ടിട്ട് പിന്നെ കിച്ചണിൽ നിന്ന് മാറ്റി. ഓൾറെഡി കിച്ചണിൽ അനു കഴിഞ്ഞ വട്ടം പ്രശ്നം ആയതാണ്. അപ്പൊ ഒരു മനഃപൂർവ്വം ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് നെവിൻ അതൊക്കെ ചെയ്തത്. അതെ അതെ, എന്തായാലും ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്, അതെല്ലാരും പറയുന്നുണ്ട്. പക്ഷെ ലക്ഷ്മി ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മി പറയുന്നത് നല്ലൊരു ക്യാപ്റ്റൻ ആയിരുന്നു,
എന്തോ ഒരു കാര്യം, എന്തോ കിച്ചണിൽ എന്തോ കാര്യം ഒരു ഇംപ്ലിമെന്റ് ചെയ്തെന്ന് മാത്രം പറയുന്നു. കിച്ചണിൽ ഫുഡ് എല്ലാവർക്കും കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാനൊക്കെ നോക്കിയിരുന്നു. ഈക്വൽ ആയിട്ട് കൊടുക്കാൻ പറ്റൂല, കാര്യം ഇത്രയും വെള്ളം പോലെ സാമ്പാറും പരിപ്പറി ഉണ്ടാക്കി പിന്നെ എല്ലാവർക്കും കിട്ടത്തില്ലേ, പിന്നെ ദോശ മാത്രമേ ഇല്ലായിരുന്നു. കാരണം ഞങ്ങൾ വോൾക്കാടായിട്ട് വന്ന വീട്ടുകാരൊക്കെ മോശമായിട്ട് കാണുമ്പോഴും ഞങ്ങൾ അങ്ങനെയല്ല സപ്പോർട്ട് ചെയ്തിരുന്നു എന്ന് പറഞ്ഞിട്ടും ലക്ഷ്മി പറയുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പരാതിപ്പെട്ടി എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതിൽ ഓരോരുത്തർ പരാതി എഴുതി. അപ്പൊ ആരെ കുറിച്ചായിരിക്കും ഈ വട്ടത്തെ പരാതി വരുന്നത്? ഏറ്റവും കൂടുതൽ വന്നപ്പോ നെവിനെ പറ്റിയാണോ? അല്ല, നെവിൻ എണ്ണീറ്റിട്ട് അക്ബറിനെ അപ്പൊ ലാലേട്ടൻ മാമ കൂടുതൽ പറയണ്ട, അവിടെ ഇരുന്നോളാം. കാര്യം കുറച്ചു മുമ്പ് നെവിനെ പറ്റി അക്ബർ പറഞ്ഞായിരുന്നു, അതിന്റെ ഒരു ഇത് തീർക്കാൻ വേണ്ടി ചാടി എണീറ്റതാ, പക്ഷെ അവിടെ ഇരുന്നോളാം പറഞ്ഞു. എന്തായാലും അത് കഴിഞ്ഞ ശേഷം ആരെ കുറിച്ചായിരുന്നു കൂടുതൽ പരാതി വന്നിരുന്നത്? മസ്താനെ പറ്റിയായിരുന്നു. കാര്യങ്ങളൊക്കെ വന്ന് അകത്ത് പറയുന്നു, ഫാമിലിയെ പറ്റി പറയുന്നു, ഇതൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാരും ഓരോരുത്തർ സംസാരിച്ചു. അതേപോലെ റെനേന്റെ ഫാമിലിയെ പറ്റി പറഞ്ഞു, അറബി കല്യാണം എന്നൊക്കെ പറഞ്ഞത്, അതൊക്കെ എടുത്ത് നല്ല പറഞ്ഞിട്ടുണ്ട്. ലാലേട്ടൻ നല്ല ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വൈക്കാട്ടായിട്ട് വന്നിട്ട് വെളിയിലോ കാര്യങ്ങൾ അകത്ത് പറയരുതെന്ന് റൂള് ഇല്ലെന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നു. മസ്താനി എന്തൊക്കെയോ ന്യായങ്ങളൊക്കെ ഇടുന്ന് അടിക്കുന്നുണ്ട്. എന്തായാലും നല്ലൊരു ശിക്ഷ കൊടുത്തിട്ടുണ്ട്. അടുത്ത 2 ആഴ്ച അല്ലേ, 2 ആഴ്ച എവിക്ഷനില് ഡയറക്റ്റ് നോമിനേഷനിൽ മസ്താനി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ പെട്ടി സഹിതം കൊണ്ടുപോയിട്ടും ഉണ്ട് ലാലേട്ടൻ. ഡ്രസ്സ് ഇനിയില്ല, ഇനി ബിഗ് ബോസിന്റെ ഡ്രസ്സിൽ 2 ആഴ്ച ഇനി ഓടാം. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ലക്ഷ്മി എങ്ങോട്ട് ബാക്കിൽ പോയി നിൽക്കുന്നു കേട്ടോ. അപ്പൊ ലാലേട്ടൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട് വരും. എന്താന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ വീട്ടിലുള്ളവരെല്ലാം സ്ക്രീൻ സ്പേസിന് വേണ്ടിയിട്ട് എന്തൊരു ഷോ ആണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാരും കൂടെ നിൽക്കുന്ന സമയത്ത് ലാലേട്ടൻ ചോദിക്കും എന്താ ലക്ഷ്മി പറയുന്ന പറയുമ്പോ എല്ലാരും ഒന്ന് ഇരിക്കുവോ? ഞാൻ പറയാം അയ്യോ എന്തൊരു ആറ്റിറ്റ്യൂഡാണ് എനിക്ക് മനസ്സിലാവുന്നല്ലോ. ഭയങ്കര വെറുപ്പിക്കൽ ഷോയും വെറുപ്പിക്കൽ ആറ്റിറ്റ്യൂഡാണ്. ഇപ്പൊ ആരിന്റെ അപ്പുറം വരും കേട്ടോ ഇത്. ആരിനെ കട്ടി മേളിലുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോഴത്തേക്ക് ലക്ഷ്മി എന്താ പറയുന്നതെന്ന് വെച്ചാല് എനിക്കറിയാൻ വയ്യ, ലക്ഷ്മി ആ ടീം പോലും അല്ലേ. എന്നിട്ടും ലക്ഷ്മി നമ്മുടെ മസ്താനിയെ സപ്പോർട്ട് ചെയ്ത് വെസൽ ടീമിൽ വാഷ് ചെയ്യാത്തതിന്, അതായത് അത് ട്വിസ്റ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. അതായത് അക്ബർ ഞങ്ങൾ രാവിലെ കഴിക്കോളാം എന്ന് ഇവര് പറഞ്ഞപ്പോഴത്തേക്കും അങ്ങനെയല്ല, അക്ബറൊക്കെ തുറന്ന് കയറി ഒന്ന് പ്രശ്നം ഉണ്ടാക്കി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടൻ പറഞ്ഞു അതങ്ങനെയല്ലല്ലോ സംഭവം. അപ്പൊ അക്ബർ പറയുന്നുണ്ട് നാളെ ഓണമാണെന്നല്ലേ പറഞ്ഞത്, ഓണത്തിന് പല കാര്യങ്ങളും കാണും, നമുക്ക് തിരക്കായിരിക്കും. അപ്പൊ അത് തിരുവോണത്തിന് ഇത്രയും വെസൽ അവിടെ ഇട്ടിട്ട് ഇവര് പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറയുമ്പോ നമുക്ക് തന്നെ തോന്നിയതല്ലേ. അടുത്ത ദിവസം തിരുവോണം രാത്രി അല്ലേ, അവരൊന്ന് നോക്കുമ്പോ മൊത്തം പാത്രങ്ങള്, അടുത്ത ദിവസം ഓണാ, അത് എങ്ങനെ ഇരിക്കും? അപ്പൊ അതാണ് പറഞ്ഞത്. പക്ഷെ ഇവരത് ട്വിസ്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചത് ലക്ഷ്മി. അപ്പൊ ലക്ഷ്മി ഇരുത്തി കേട്ടോ, ബാക്കി സംസാരിപ്പിക്കാനൊന്നും നിർത്തിയില്ല. അപ്പൊ ബിന്നി നമ്മുടെ വെസൽ വാഷിങ്ങിലുള്ളത്. അപ്പൊ ബിന്നി പറയുന്നുണ്ട് ഓൾറെഡി ഇവര് വന്ന് പറയുമ്പോ ഞങ്ങളത് കഴിവാന്ന് പറഞ്ഞപ്പോഴും മസ്താനി വേണ്ട, അത് ഇന്ന് കഴിവേണ്ട, നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കഴിവ്, ഞാൻ ഇന്ന് കഴിവത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അത് മാത്രമല്ല ക്യാപ്ഷൻ ആയിട്ട് ഇട്ടിട്ട് പോലും നമുക്കൊരു ടീം കോർഡിനേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നമ്മൾ കഴിവുന്ന കാര്യം ഒക്കെ പറയുമ്പോൾ ഒരു ബോസ് കണക്ക് നിങ്ങളാണെങ്കിൽ പോയി കഴിവ്, നീ ഇപ്പൊ പോയി കഴിവടി, നിന്റെ വീട്ടിലെ കാര്യം ഞാൻ പറയുന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങളൊക്കെ പേഴ്സണലി എടുത്തിട്ട് ഒരു വളരെ മോശമായിട്ട് സംസാരിക്കുന്ന എന്നുള്ള ഒരു രീതിയിലായിട്ടാ പറഞ്ഞത്. പിന്നെ മസ്താനിയുടെ ഒരു കാര്യം പറയാനുള്ളത്, മസ്താനി എല്ലായിടത്തും പറയുന്നുണ്ട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോന്ന്. മസ്താനി പെട്ടി പാക്ക് ചെയ്ത് വെച്ചോ, വെക്കം പോകേണ്ടി വരും. കാരണം ഇന്ന് ലാലേട്ടനോട് തന്നെ ഭയങ്കര ഒരു മാതിരി ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് എന്തോ വലിയ സംഭവം എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ. അതെ, ഈ വയൽക്കാട്ടിന് എല്ലാം തോന്നല്ലതാ സബുമാൻ ചോദിച്ചേട്ടോ, അവരെന്തോ വലിയ സംഭവമാണ്, അവരാണ് ഇവിടെ വലിയ ഗെയിമേഴ്സ് എന്നുള്ള രീതിയിലൊക്കെയാണ് ഇവര് ഗെയിം കളിക്കുന്നത്. മിക്കവാറും ഉടനെ എല്ലാം അടിച്ചടിച്ച് പോകുന്നത് ഇവര് തന്നെയായിരിക്കും എന്നാണ് എന്റെ ഒരു തോന്നല്. പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ലക്ഷ്മി, ഈ ടീമിലില്ലാത്ത ലക്ഷ്മി എന്ത് ഷോ ഇറക്കാനായി കാണിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല, വെറും ഷോ. പിന്നെ അപ്പം നമ്മുടെ സാബുമാനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് സാബുമാൻ ഇതിൽ പറയാനുള്ളതെന്ന് ചോദിക്കുമ്പോൾ ഇവര് പറയുന്ന പോലെ വൾക്കാട് വേറെ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ആയിട്ട് കാണുന്നുണ്ടോ ഇവിടെ ഉള്ളവരെന്ന് നോക്കുമ്പോൾ സാബുമാൻ പറയുന്നുണ്ട് ഞാൻ എല്ലാവരോടും പോയി മിങ്കിൾ ആവുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എന്ന് പറയുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അപ്പൊ കണ്ടില്ലേ ഇവരുടെ ഒരു ഏരിയയിലേക്ക് നിങ്ങൾ വരുമ്പോഴത്തെ അവര് വന്ന് നിങ്ങളോട് മിണ്ടണം എന്നുള്ള ഒരു രീതി വിട്ടിട്ട് നിങ്ങൾ അവരോട് പോയി മിണ്ടി നിങ്ങൾ സഹകരിച്ച് നിൽക്കുമോ, അപ്പൊ ആ ഒരു പ്രശ്നമൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ പറയുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ എവിക്ഷൻ ആണ്. എവിക്ഷനില് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അതില് ഒരു 5 പേരുടെ ഫോട്ടോ വെച്ചിട്ട് ഒരു ബ്ലാക്ക് എന്തു പറയണ ഒരു ടേപ്പ് എന്തോ വെച്ചിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട്. ഓരോരുത്തരും വന്നിട്ട് അത് ഇളക്കി മാറ്റണം. ആ പിക്ക് ഉള്ളവര് സേവ് ആവും എന്നുള്ളതാണ്. അങ്ങനെ റെന ഫാത്തിമ, ആദില, ഷാനവാസ് ഇവർ ഇത്രയും പേര് സേവ്ഡ് ആയിട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ അനുവിനെയും ശൈത്യനെയും അതേപോലെ തന്നെ ഗിസേലിനെയും
എടുത്തു വെച്ചിട്ട് പറയുന്നുണ്ട് നല്ല സൗഹൃദത്തിൽ ഇരുന്നവരും ഇപ്പോ സൗഹൃദത്തിൽ അല്ലാത്തവരുമായ രണ്ടുപേരാണ് എന്ന് പറയുന്നത്. നമ്മുടെ ആറിനെയും ഗിസലിനെയും കൊണ്ടുവന്നിട്ട് ഇവരിൽ ഒരാൾ ഔട്ട് ആവും കേട്ടോ ഉദ്ദേശിച്ചത്. അങ്ങനെ കൺഫെഷൻ റൂമിലോട്ട് വിളിക്കുന്നുണ്ട് ഓരോരോ പെയറായിട്ട്. അതായത് ശൈത്യ അനുവിനെ ആദ്യം ആര്യനെയും ഗിസലിനെയും വിളിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഒരു മെച്ചോട്ടാക്കാൻ എനിക്ക് തോന്നിയത്. കാര്യം അവര് നല്ല കണക്ട് ആണ്, സോൾ കണക്ട് ആണ്. അപ്പം ഈ ഒരു ഗെയിമിന് വേണ്ടിയിട്ടല്ല അവർ വെളിയിലായാലും സൗഹൃദമാണ്, ഔട്ട് ആവുന്നതിലും പേടിക്കേണ്ട, വിഷമിക്കേണ്ട. ഇപ്പം ഗിസലിന്റെ അടുത്താണെങ്കിലും കൊടുക്കുന്നത് പറഞ്ഞാൽ നല്ലൊരു ഗെയിമർ ആവ്, നല്ലൊരു സോള് മാത്രമല്ല, നല്ലൊരു അല്ലെ ബിഹേവിയർ മാത്രമല്ല, നല്ലൊരു ഗെയിമർ ആവെന്ന് പറയുന്നുണ്ട്. എല്ലാവരും നല്ലൊരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് നിന്നെ കാണുന്നത്. അതല്ല ടാസ്കിൽ കുറച്ചും കൂടി ഇതാവുക, അല്ലെങ്കിൽ വീട്ടിലുള്ളവരൊക്കെ പെട്ടെന്ന് നിന്നെ തട്ടി പുറത്താക്കും. നല്ലൊരു കാര്യമാണ് പറഞ്ഞു കൊടുത്തേട്ടോ. അപ്പോഴത്തേക്ക് ഗിസയിൽ പറയുന്നുണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ നല്ലൊരു ഇമോഷണലി നല്ലൊരു ബോണ്ടിങ് ആയിരുന്നു, എനിക്കിത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും, നമ്മള് ആരൗട്ടായാലും എന്നുള്ള രീതിയിൽ ഗിസയിലും പറയുന്നുണ്ട്. അവര് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ അനുവും ശൈത്യയും വരുന്നുണ്ട്. അവര് ഇച്ചിരി ഇമോഷണൽ ടോക്ക് ആയിട്ട് ഫീൽ ചെയ്തത്. കാര്യം ഓൾറെഡി മുമ്പ് ഒരു ഫ്രണ്ട്സ് ആയിരുന്നു, പിന്നെ പല കാരണങ്ങളാല് തെറ്റി. ഇപ്പം അത് പോകുന്നതിന് മുമ്പ് ഒരു വശം വരുമല്ലോ, അപ്പൊ അങ്ങനെ സംസാരിക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം ഇവര് വിളിച്ചിരുത്തിയിട്ട് ശൈത്യ എവിക്റ്റഡ് എന്ന് പറയുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ല കണക്ട് ആയി വരുമായിരുന്നു ശൈത്യ. അപ്പൊ എല്ലാവരുമായിട്ട് ബൈയൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ശൈത്യയുടെ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ശൈത്യ ചെറിയ രീതിയിൽ ഗെയിമൊക്കെ കളിച്ചു തുടങ്ങിയതായിരുന്നു. പക്ഷേ ആൾ എവിക്റ്റ് ആയത് തന്നെ നന്നായി. കാരണം ആൾ എത്രയൊക്കെ അനുവിനും ബാക്ക് സ്റ്റെപ്പ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാലും ചെയ്തിട്ടുണ്ട്. അതായത് ശൈത്യയുടെ ഗെയിം ആദ്യം പോയത് തന്നെ ഈ ശൈത്യ ഉൾപ്പെടെ ഇരുന്നാണ് പറഞ്ഞത് ഈ ഗിസേലിന്റെ അടുത്ത് ഈ ആമ്പിള്ളാർ എല്ലാവരും മൊണ്ണകളാണ് എന്നുള്ള രീതിയിലൊക്കെ ശൈത്യ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്തിട്ട് അവിടെ ശൈത്യ ഇല്ല ഞാനല്ല അവള് പറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ആ ഇടത്ത് ശൈത്യയുടെ ഗെയിം പോയി നെഗറ്റീവ് ആയതാണ് പുറത്ത്. ഗെയിം പോയതല്ല, നെഗറ്റീവ് ആയി പുറത്ത്. പക്ഷെ നല്ല രീതിക്ക് ഗെയിം കളിച്ചത് മാറ്റിയെടുക്കാൻ പറ്റും. ഏതൊരു നെഗറ്റീവ് ആയ ആളും പോസിറ്റീവായി മാറിയ ചരിത്രമുണ്ട് ബിഗ് ബോസ്. 50 ഡേയ്സ് വരെ നെഗറ്റീവ് ആയവർ പിന്നെ കപ്പെടുത്തവരുണ്ട്. വേറൊരു കാര്യമുണ്ട്, ഈ ശൈത്യയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ശൈത്യയുടെ കാര്യത്തില് ഓൾറെഡി കട്ടപ്പ എന്നുള്ളൊരു പേര് പുറത്തു വന്നു. അപ്പൊ ഇനി എന്തൊക്കെ അനുവിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ചാലും ഈ ഒരു പേര് കേൾക്കും. കാരണം കഴിഞ്ഞ ആഴ്ച തന്നെ ഓൾറെഡി ശൈത്യ പറഞ്ഞു ഞാൻ അനുവിന്റെ ഫ്രണ്ട് അല്ല തൊട്ട് എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ടും അനുവിനെ കുറിച്ച് മറ്റുള്ളവരുടെ അടുത്ത് ഒന്ന് പറയുമ്പോഴും പുറത്ത് കട്ടപ്പ എന്നുള്ള ഒരു പേര് ഗെയിമായിട്ട് മാറത്തില്ല. അത് ശരി തന്നെ ഉള്ള കാര്യമാണ്. അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ 2 സീസൺ മുമ്പ് തമിഴില് ഓർമ്മയില്ല, 50 ദിവസം വെറുപ്പിച്ച ഒരാളാണ് കപ്പെടുത്തത്. പിന്നുള്ള 50 ദിവസം ആള് ഭയങ്കര ഗെയിമായിരുന്നു, ഭയങ്കര ജെന്യൂൻ ആയിട്ട് ഗെയിം കളിച്ച് അങ്ങനെ കപ്പെടുത്ത ആളുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ. അപ്പൊ എന്തായാലും ശൈത്യ ഔട്ടായി. ഈ വട്ടം ഔട്ടായത് തന്നെ നല്ലത്. ഇനി കൂടുതൽ ഇരുന്നിട്ട് അങ്ങനെ നെഗറ്റീവ് ആവുന്നതിലും ഇത് കൂടുതലും ശൈത്യക്ക് ഒരു കാലിബർ ആയിട്ട് നിന്ന് എതിർത്ത് സംസാരിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം ഈ ഒരു രീതി തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ട് പോകുന്നതും. അപ്പം ഔട്ടായത് എന്തായാലും നന്നായി. അതേപോലെ തന്നെ അപ്പാനി ആണെങ്കിലും ഈ ഒരു രേണു പോയത് എന്തുകൊണ്ടും നന്നായി എന്ന് പറയാം. കാര്യം പുറത്തൊരു ഇന്റർവ്യൂ ഒക്കെ വന്നു, അതിൽ പോലും സംസാരിക്കാൻ വയ്യ. ആ ഇന്റർവ്യൂ പോലും എനിക്ക് വയ്യ സംസാരിക്കാൻ, ഞാൻ പോവാ എന്നുള്ള രീതിയായിരുന്നു. രേണു പോയത് നന്നായി. അതേപോലെ തന്നെ ശരത്ത് ഇപ്പൊ പോവേണ്ട ഒരാളല്ലായിരുന്നു, പക്ഷെ ഇനി അങ്ങോട്ട് നിന്നാലും ഈ ഒരു ഇത് തന്നെ കണ്ടിന്യൂ ആയി. പുള്ളിക്കാനൊരു ഗെയിം ഇല്ല, അതാ പ്രശ്നം. ബാക്കിയുള്ളവർക്ക് ഹൈപ്പ് കൊടുക്കുന്നല്ലാതെ പുള്ളിക്കാനൊരു ഗെയിം ഇല്ല. അപ്പൊ പിന്നെ അത് കാര്യമൊന്നും ഇല്ല. പിന്നെ വെളി വന്ന് ലാലേട്ടനായിട്ട് സംസാരിച്ച് മനസ്സിലായില്ലേ, ഇപ്പൊ അനുവിനെ ചുറ്റിപ്പറ്റി നിന്നോണ്ട് ആദ്യം ഒന്നും ഒരു ഗെയിമും കാണിക്കാതെ ശൈത്യ പുറത്തായി. അതേപോലെ ചുറ്റിപ്പറ്റി നിന്നിട്ട് അതായത് ഇവര് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കെല്ലാം പണി കിട്ടത്തേ ഉള്ളൂ. അപ്പൊ അതിന് നിൽക്കാതിരിക്കുക എന്നുള്ളതേ പറഞ്ഞ സ്വന്തം ഗെയിം കളിക്കാൻ നിന്ന് ഇങ്ങനെ കിട്ടും. അപ്പൊ ശൈത്യ വെളി വന്നിട്ടുണ്ട്, ശൈത്യയുടെ ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നുണ്ട്. ശൈത്യ തന്നെ കുത്തി ഒരു വീഡിയോ ഇട്ട പോലെയാണ് എനിക്ക് തോന്നുന്നത്, ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്തായാലും. അതെ, അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ലാലേട്ടൻ നമ്മളോട് പറയുന്നുണ്ട് കാത്തിരുന്ന വീക്ക്ലി ടാസ്ക് എത്തി. അതിനു മുന്നേ വീട്ടുകാരോട് പറയുന്നുണ്ട് ഇനിയുള്ള ഗെയിമിങ്ങൾ സൂക്ഷിച്ച് കളിക്കുക, ഇങ്ങനെ കയ്യാങ്കളിക്കൊന്നും പോവാതെ കളിക്കുക എന്നുള്ളത് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് വീക്ക്ലി ടാസ്ക് ആയിരിക്കാം അടുത്ത ആഴ്ച വീടൊരു സർക്കസ് കൂടാരമാണ്, ഫാക്ടറി ഒക്കെ ആവും പറയുന്നത്. അങ്ങനെ ഇത്രയും ദിവസമായി ഒരു വീക്ക്ലി ടാസ്കിന്. അപ്പൊ ഇതെങ്കിലും അവര് മര്യാദയ്ക്കൊന്ന് കളിച്ച് കണ്ടാൽ മതിയെന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ലാലേട്ടൻ പോയി. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഷാനവാസ് ആദിലയോട് ഇരുന്ന് പറയുന്നത്. ആദിലടുത്താണോ? അതെ അതെ, അതിലെടുത്ത് പറയുന്നുണ്ട്. അതായത് എന്തായാലും പണി കിട്ടി വെളിയിരുന്നത് നന്നായി, ഇനി ലാലേട്ടന്റെ മുമ്പിൽ വല്ല ഉണ്ടായിരുന്നു എന്നെ എടുത്തിട്ട് പൊരിച്ചാനെ പറയുന്നുണ്ട്. വളരെ നന്നായി എന്നിങ്ങനെ പറയുന്നുണ്ട്. ഷാനവാസ് പറയുന്നുണ്ട്. പിന്നെ ഇവിടെ ആദിലെ നൂറേം തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അതായത്
അതിൽ പറയുന്നുണ്ട്, അനീഷിനെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എന്തൊക്കെയാണെങ്കിലും ആള് പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞാലും എന്തായാലും ആള് വന്ന ഡേ തൊട്ട് ഗെയിം ഒറ്റയ്ക്ക് സൂപ്പർ നിന്നാണ് കളിക്കുന്നത്. ഗെയിം സൂപ്പർ ആണല്ല, ഒറ്റയ്ക്ക് നിന്ന് കളിക്കുന്നുണ്ട്. എന്ത് പൊട്ടത്തരാണോ മണ്ടത്തരായാലും ആള് വിളിച്ചു പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒരു ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പം നമ്മൾ അതിൽ ഇൻസ്പയർഡ് ആവണം, നമ്മൾ ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം. പിന്നെ നമ്മളിവിടെ പുറത്തുള്ള കാര്യം അല്ല, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ മറ്റൊരാളോട് പോയി പറയാൻ നിൽക്കരുത്. നിൽക്കുമ്പോൾ അത് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ നമ്മളൊരു ബാക്ക് സ്റ്റാബിങ് ചെയ്യണ പോലെ ആവും അത് മാറുന്നത്. നമ്മൾ തീരുമാനം എടുത്തിട്ട് നമ്മൾ അങ്ങനെ സംസാരിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ 100 പറയുന്നുണ്ട്, എന്ത് പ്രശ്നം വന്നാലും എത്ര ട്രിഗർ ആയാലും വീട്ടിലുള്ളവരെ പറയാനോ ആദിലയോട് കേട്ടോ പറയണേ. അതേപോലെ തന്നെ ചീത്ത വിളിക്കാനോ പാടില്ല. അതായത് ആദിലേക്ക് ഇങ്ങനെ ദേഷ്യം വരുമ്പോ എന്ത് കാണിച്ചു കൂട്ടുമെന്ന് അറിയില്ല, ചീത്ത വിളിക്കും. അതുകൊണ്ട് അത് ചെയ്തെന്ന് പറഞ്ഞാൽ ആദിലയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്നു ചെയ്യുന്ന പറഞ്ഞിട്ടാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. നമ്മുടെ ബിഗ് ബോസ് എന്ത് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ അത് തന്നെ നമ്മൾ ചെയ്യും. എന്തായാലും ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ്. ഒരു ആവറേജ് എപ്പിസോഡായിരുന്നു. എന്തായാലും കൊള്ളായിരുന്നു. ഇനിയിപ്പോ ഇന്ന് നാളത്തോടുള്ള ഗെയിം നമുക്ക് കാണാം. വീക്ക്ലി ടാസ്ക് സൂപ്പർ ആവട്ടെ എന്ന് കരുതുന്നു. നമുക്കും അങ്ങ് നല്ല കണ്ടന്റ് ഒക്കെ കാണത്തോളൂ. അപ്പം അതുവരയ്ക്കും ബൈ.